ഹായ് ഗൈസ്, എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ സ്മൂത്തി പ്രിപ്പയർ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണ നമ്മൾ പ്രോട്ടീന് ജസ്റ്റ് വെള്ളത്തിൽ കഴിക്കലാണ് പതിവ് പലരും. സോ അത് നിങ്ങൾ മാറ്റിയിട്ട് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കലോറി കൂടുതൽ വേണം. സോ അതിനെങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി കലോറി കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന പോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിന് നമുക്ക് വേണ്ടത് ഓട്സ്, ബനാന, കുറച്ച് നട്ട്സ്, ഡേറ്റ്സ്, മിൽക്ക്, ഹണി. ഞാനിവിടെ 1 സ്കൂപ്പ് പ്രോട്ടീൻ എടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോട്ടീനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. ബെറി, അതേപോലെ പീനട്ട് ബട്ടർ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വേ ഇമ്പാക്റ്റ് ഐസൊലേറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് മതി. മിക്സി ജാറിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് മിൽക്ക് നിങ്ങളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 40 ഗ്രാം ആണ് ഓട്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 50-60 ഗ്രാം വരെ ഓട്സ് എടുക്കാം. ഏത് ഓട്സ് ആണെങ്കിലും കുഴപ്പമില്ല, വെയിറ്റ് ഗെയിൻ ഏത് ഓട്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ 1 ബനാന, റോബസ്റ്റ പഴം എടുത്തിട്ടുള്ളത്. ഞാനിവിടെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഡേറ്റ്സ്, ബറി, സ്ട്രോബെറി 2 ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നട്ട്സ് ഒരു 10 ആൽമണ്ട്സും ഒരു 10 കാഷ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പീനട്ട് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ 1 സ്കൂപ്പ് പ്രോട്ടീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോട്ടീനാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങളൊരു 1 സ്കൂപ്പ് അല്ലെങ്കിൽ 1.5 സ്കൂപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ കുറച്ച് ഹണി കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഏറെക്കുറെ 1000 കലോറി, എബോവ് 1000 കലോറി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതൊരു 2 പ്രാവശ്യം ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ബ്ലെൻഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഓവർ തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ 1000 കലോറി പ്രോട്ടീൻ ഷേക്ക് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. സോ ഇത് നിങ്ങളൊരു മിഡ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അതേപോലെ ഈവനിങ് അല്ലെങ്കിൽ ബിഫോർ സ്ലീപ്പ് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ആഫ്റ്റർ വർക്കൗട്ട് അല്ലെങ്കിൽ ബിഫോർ വർക്കൗട്ടായിട്ടും കഴിക്കാൻ പറ്റും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ട്രൈ ചെയ്യുക.